ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി. ശ്ലോകാലാപനം മാതാ നിത്യചിന്മയി. ഷഷ്ടസർഗം ബ്രഹ്മചര്യം. ബ്രഹ്മചര്യ കാലഘട്ടം പൂർണ്ണമായും ഒരു ഫോർമാറ്റീവ് പീരിയഡ് എന്ന് പറയും. നമ്മളെ വളർത്തിയെടുക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. ജീവിതത്തെ നേരിടുവാനും ജീവിതത്തിലെ മൂല്യങ്ങളെ തിരിച്ചറിഞ്ഞ് ആ മൂല്യങ്ങളിൽ മുറുകെ പിടിക്കുവാനും ഒക്കെ പഠിപ്പിക്കുന്ന ആശ്രമമാണ് ബ്രഹ്മചര്യ ആശ്രമം. അത് പുരുഷന്മാർക്ക് 24 വയസ്സ് വരെ ആകാം, സ്ത്രീകൾക്കാണെങ്കിൽ 16 വയസ്സ് വരെയും ബ്രഹ്മചര്യ കാലഘട്ടമാണ്. ബ്രഹ്മചര്യം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ, ബ്രഹ്മം എന്ന വാക്കിന് വേദം എന്നാണ് അർത്ഥം. വേദത്തിന്റെ മാർഗത്തിലൂടെ ചരിക്കുന്ന കാലഘട്ടമാണ് ബ്രഹ്മചര്യം. അതുകൊണ്ട് ബ്രഹ്മചര്യം എഡ്യൂക്കേഷണൽ പീരിയഡ് എന്ന് പറയും. ആ കാലഘട്ടത്തിൽ അവിവാഹിതരായി ഇരിക്കണം എന്നത് ഒരു ആവശ്യകത പൂർവിക ഗുരുക്കന്മാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനുഷ്യന്റെ ശ്രദ്ധയ്ക്ക് ചാഞ്ചല്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവിവാഹിതനായി ഇരിക്കുന്ന ആ സമയത്താണത് പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ചാഞ്ചല്യം വർദ്ധിക്കും എന്നുള്ളതാണ്. പാശ്ചാത്യ നാട്ടിൽ പറയുന്ന സെലിബസി എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഇവിടെ ബ്രഹ്മചര്യം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. സെലിബസി എന്നതിന് എഡ്യൂക്കേഷൻ എന്ന അർത്ഥമില്ല. ഒരു പുരുഷൻ സ്ത്രീയിൽ നിന്നും അല്ലെങ്കിൽ സ്ത്രീ പുരുഷനിൽ നിന്നും പരസ്പര ബന്ധമില്ലാതെ ഒഴിഞ്ഞ് ജീവിക്കുന്നതിനെയാണ് സെലിബസി എന്ന് പാശ്ചാത്യ നാടുകളിൽ പറയുന്നത്. ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഉന്നതമായ മൂല്യത്തിന്റെ മുന്നിൽ വിവാഹ ജീവിതത്തിന്റെ പ്രസക്തി കുറഞ്ഞതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മചര്യ കാലഘട്ടത്തിലും സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ആ ബന്ധം അവിടെ ഊട്ടി ഉറപ്പിക്കാതെ ഗുരുവിൽ മാത്രം ശ്രദ്ധ ഊന്നിക്കൊണ്ടുള്ള പഠനമാണ് ബ്രഹ്മചര്യം. അവിടെ ഗുരുവും ശിഷ്യനും മാത്രമേ പാടുള്ളൂ. ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ ശിഷ്യന്റെ ശ്രദ്ധ 100% ഗുരുവിൽ ഊന്നിയതും നിക്ഷിപ്തവുമായിരിക്കണം. ഒരു ഏകദേശം 5 വയസ്സ് ആകുമ്പോൾ ഒരു കുഞ്ഞിനെ വിദ്യാരംഭം ചെയ്യിച്ചതിന് ശേഷം ഗുരുവിൻ്റെ പാഠശാലയിലേക്ക് പറഞ്ഞയക്കുകയാണ്, അച്ഛനും അമ്മയും ചേർന്നിട്ട്. പിന്നെ ഉള്ള കാലം ഒരു ശിഷ്യന്റെ അവകാശി ഗുരുവാണ്, അച്ഛനും അമ്മയുമല്ല. അത് ഗുരു പറയുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മൾ അച്ഛനും അമ്മയും കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് ജീവിത മൂല്യവും ലോകവീക്ഷണവും ഒന്നും ഇല്ലാതെ പോകുന്നത്? നമ്മൾക്ക് അവരെ വളർത്തേണ്ടി വരുമ്പോൾ അവരുടെ ആവശ്യങ്ങൾക്കും പിടിവാശികൾക്കും അനുസരിച്ച് നമ്മൾ വഴങ്ങിക്കൊടുക്കും. നമ്മൾ ഒരിക്കലും അവർക്കൊരു മാതൃകയായി തീരുകയില്ല. അച്ഛനും അമ്മയും ഒരു കുട്ടിക്ക് മാതൃകയായിരിക്കില്ല. കാരണം ഗാർഹിക ജീവിതത്തിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ വൈകാരിക സമ്മർദ്ദങ്ങൾ ഏറുമ്പോൾ അച്ഛൻ അമ്മയെ വഴക്ക് പറയാം, അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് ശകാരിക്കാം, മർദ്ദിക്കാം. അച്ഛൻ്റെ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുമ്പോൾ അച്ഛൻ മദ്യപിക്കാം. ധനത്തിനുള്ള ആർത്തി മൂലം അച്ഛൻ ചിലപ്പോൾ അധാർമികമായ പ്രവൃത്തികൾ ചെയ്തേക്കാം. അമ്മയും വൈകാരികത പക്വതയില്ലാത്തത് കൊണ്ട് തന്നെ ക്രോധാവശത്താൽ അച്ഛനെ മോശമായിട്ട് ചിത്രീകരിക്കാം. ഇതൊക്കെ ഗാർഹിക ജീവിതത്തിൽ കാണാനിടയുണ്ട്. ഇതെല്ലാം കുട്ടികൾ കണ്ടു വളരുമ്പോൾ അവർക്കൊരിക്കലും ഒരു മാതൃകാ ജീവിതത്തിന്റെ പരിസരം ഒരു വീട്ടിൽ നിന്ന് കിട്ടുകയില്ല. എന്നാൽ ഗുരുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും ഗുരുവിനെ സേവിക്കുന്ന ശിഷ്യന്മാരാണ് ഗുരുവിന്റെ അടുത്തുള്ളത്. ഗുരുവിൽ ഭക്തിയുള്ളവരാണ്. അവിടെ നിർബന്ധിതമായിട്ടും പറയാതെ തന്നെ എല്ലാവരും അവരവരുടെ ധർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇത് കണ്ട് വളരുന്ന, ദീർഘകാലം വളരുന്ന ഒരു കുട്ടിയുടെ ഉള്ളില് ആഴത്തിൽ ഒരു സംസ്കാരം പതിയും. ഗുരു ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങളും ശ്രീനാരായണ ഗുരുവിനെ ഭക്തിപൂർവം
പിന്തുടരുന്നവർ ആരും തന്നെ ഒരു മകനെയോ മകളെയോ ഇത്തരത്തിൽ വളർത്തിയിട്ടില്ല. വളർത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, ഗുരുകുലം എന്ന സാഹചര്യം വേണ്ട വിധത്തിൽ ഇവിടെ വളർന്നിട്ടില്ല. മാത്രമല്ല, ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത ധനസമ്പാദനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വളരെ വർദ്ധിച്ചു വരികയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ധർമ്മത്തിനേക്കാൾ പ്രാധാന്യം നമുക്ക് സമ്പത്ത് ആർജിക്കുന്ന കാര്യത്തിൽ വരുന്നു. പാശ്ചാത്യ ലോകം മുന്നോട്ട് വയ്ക്കുന്ന ആഡംബര ജീവിതത്തിൻ്റെ, പളവളപ്പിൻ്റെ, സാമ്പത്തികതയുടെ, അഭിവൃദ്ധിയുടെ ഒരു ലോകം പ്രലോഭനീയമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നു നിൽക്കുമ്പോൾ ധർമ്മത്തിനേക്കാൾ പ്രാധാന്യം, ആന്തരിക മൂല്യത്തെ വളർത്തുന്ന ജീവിതത്തിനേക്കാൾ പ്രാധാന്യം സമ്പത്ത് ആർജിക്കാനുള്ള വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നു. രണ്ടിനെയും കൂട്ടിയിണക്കി കൊണ്ടുപോകാൻ കഴിയുന്നതാണ് ഇന്നത്തെ ആവശ്യകതയായിട്ട് വരുന്നത്. മോഡേൺ എഡ്യൂക്കേഷനും വാല്യൂ എഡ്യൂക്കേഷനും രണ്ടും ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ ആവശ്യമായി വരണം. അങ്ങനെയാണെങ്കിലാണ് ഒരു പുതിയ പൗരനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം, വിദ്യാഭ്യാസ സമ്പ്രദായം ഗുരുവിൻ്റെ ദർശനത്തിലൂടെ, കാഴ്ചപ്പാടിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ശിഷ്യ ഊചുഹു ആശ്രമാണാം തു സാമാന്യ സ്വരൂപം ഗുരുണാക്രമാത് ഉപദിഷ്ടം നിശമ്യൈവ സന്തുഷ്യാമോ യതീശ്വര. യതീശ്വര, യതി എന്ന് പറഞ്ഞാൽ സന്യാസി, ഈശ്വര എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠൻ. യതിശ്രേഷ്ഠനായി ഗുരുവിനെ ശിഷ്യൻ കാണുകയാണ്. ശിഷ്യന്മാര് ഒരു ഗുരുവിനെ ശ്രേഷ്ഠനായിട്ടാണ് എപ്പോഴും കാണുന്നത്. അവരുടെ ജീവിത മൂല്യങ്ങളിൽ ഏറ്റവും വലിയ ഒരു സ്ഥാനം ഗുരുവിന് കൊടുക്കുന്നു. ഇന്നത്തെ കുട്ടികളുടെ ഉള്ളിൽ തിരിച്ചാണ് അവരുടെ ഹീറോ സങ്കല്പം ഇരിക്കുന്നത്. നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ സിനിമകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില സങ്കല്പങ്ങളാണ് അവരുടെ ഹീറോയിസം വളർത്തിയെടുത്തിട്ടുള്ളത്. എന്നാൽ പഴയകാലത്ത് കുട്ടികളുടെ ഹീറോ അവരുടെ ഗുരു ആയിരിക്കും. ആ മനോഭാവം നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ മനസ്സിൽ ഏതൊരു വ്യക്തിയാണോ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത്, ആ വ്യക്തിയാണ് നമ്മുടെ ഹീറോ എന്ന് പറയുന്നത്. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ളൊരു മഹാത്മാവിനെ നിങ്ങളുടെ മനസ്സിൽ പോലും കുടിയിരുത്തിയിട്ടുള്ളത്. എന്നാൽ ചെറുപ്പകാലങ്ങളിലും ഒരു മഹാഗുരുവിനെയും ആ മഹാഗുരുവിൻ്റെ പരമ്പരകളെയും മാനിക്കുകയും രാവിലെ എണീക്കുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ ആ ഗുരുപരമ്പരയെ ഓർത്തുകൊണ്ട് ഉറങ്ങാൻ കഴിയുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിലൊരു മഹാഭാഗ്യമാണ്. അത്രയും ചിത്തസംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം. അല്ലെങ്കിൽ ആ ഓർമ്മകളൊന്നും വരില്ല. കുട്ടികളിൽ ആ ഓർമ്മകളെ ചെലുത്താൻ പോരുന്ന ഒരു ജീവിത സാഹചര്യം ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതനാകുന്ന വേളയിൽ മനസ്സിലാക്കി വെച്ചിരിക്കണം. കുറെ കാലങ്ങൾക്ക് ശേഷം ഈ കുട്ടികളിൽ ഗുരുവിനോടുള്ള നമ്മളുടെ പുതിയ മനോഭാവം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അതിനെ എതിര് നിൽക്കാനിടയുണ്ട്. അതാണ് പലയിടത്തും കുട്ടികൾ ആധ്യാത്മികതയിലേക്ക് വരാത്തത്. നമുക്ക് നമ്മളുടെ ജീവിതത്തിൻ്റെ മുഖ്യമായ ആ ഹരിത നാളുകൾ കഴിയുന്നതിന് ശേഷം നാം ജീവിതത്തിന് അച്ചടക്കവും ക്രമവും വേണമെന്ന് ആഗ്രഹിക്കുകയും അപ്പോഴേക്കും കുട്ടികൾ പക്വമാവുകയും ചെയ്യും. ആ സമയത്ത് അവരെ നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് ഉചിതമായിരിക്കില്ല. അവർ ജനിച്ചു വീഴുന്നത് ഒരു ധാർമ്മിക പരിസരത്തിലായിരിക്കണം. എന്നാൽ മാത്രമാണ് അവരിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ ഗുരുവിനെ യതീശ്വര എന്നാണ് സംബോധന ചെയ്യുന്നത്. ഗുരുവിനാൽ ക്രമാത് ക്രമമായി ഉപദിഷ്ടം ഉപദേശിക്കപ്പെട്ട
ആശ്രമങ്ങളുടെ സാമാന്യ സ്വരൂപം നിശമ്യ, സാമാന്യമായ സ്വരൂപം, അതിൻ്റെ ഘടന, അതിൻ്റെ അവസ്ഥാവിശേഷങ്ങൾ എല്ലാം കേട്ടിട്ട് സന്തുഷ്യാമ, ഞങ്ങൾ സന്തുഷ്ടരായി ഭവിച്ചിരിക്കുകയാണ്. ഗുരുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഗുരുവിൻ്റെ അടുത്ത് വന്നു നിന്ന്, ബോധാനന്ദ സ്വാമികൾ അടക്കമുള്ള മുതിർന്ന ശിഷ്യന്മാരൊക്കെ അടുത്ത് വന്നു നിന്ന് ഗുരുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രൂപത്തിലും ഗുരു പറയുന്ന ഉത്തരങ്ങളുടെ രൂപത്തിലുമാണ് ഈ ശ്രീനാരായണ ധർമ്മം എഴുതപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഗുരു പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കി അത് ഗുരുവിനെ ബോധിപ്പിക്കും. ആശ്രമങ്ങളെക്കുറിച്ച് സാമാന്യമായ ഒരു സ്വരൂപം അങ്ങ് ഞങ്ങൾക്ക് നൽകി കഴിഞ്ഞപ്പോൾ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥത്തെ എടുത്തു മാറ്റി ഗാർഹസ്ഥ്യം കഴിഞ്ഞിട്ട് സന്യാസത്തെ വെക്കുന്നു. ഇത്രയും മതി ഈ കാലഘട്ടത്തിൽ എന്ന് ഗുരു പറഞ്ഞപ്പോൾ അതിൻ്റെ ഓരോ അവസ്ഥയെയും കുറിച്ച് ശിഷ്യന്മാർക്ക് ഉണ്ടായ അറിവും ആ അറിവിൻ്റെ പരിണതഫലമായിട്ട് അവരിലുണ്ടായ സംതൃപ്തിയും അവർ ഗുരുവിൻ്റെ മുന്നിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സന്തുഷ്യാമഹ, ഞങ്ങൾ സന്തുഷ്ടരായി ഭവിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഗുരു പറയുന്നത് കേട്ട് ശിഷ്യന്മാർക്ക് സന്തോഷം ഉണ്ടാകണം. അറിവ് കിട്ടുമ്പോൾ ശിഷ്യന്മാർ സന്തോഷിക്കുമ്പോഴാണ് ഗുരുവിന് കൂടുതൽ അവർക്ക് അറിവ് പകർന്നു തരാൻ തോന്നുകയുള്ളൂ. ഗുരുവിനെ ശ്രദ്ധയോടെ കേൾക്കുക എന്ന അർത്ഥത്തിൽ ശുശ്രൂഷ എന്ന ഒരു പദം സംസ്കൃതത്തിലുണ്ട്. ഗുരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ ഗുരുവിനെ കേൾക്കുക എന്നാണ് അർത്ഥം. ശ്രോതും ഇച്ഛ ശുശ്രൂഷ, കേൾക്കാനുള്ള ആഗ്രഹത്തെയാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ ഗുരു ശുശ്രൂഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം നല്ലവണ്ണം. അശ്രദ്ധമായി ഗുരുവിനെ കേൾക്കരുത്. കേട്ട കാര്യങ്ങൾ ആഴത്തിൽ പതിയുകയും ആ കാര്യങ്ങൾ ജീവിക്കുവാൻ ഉള്ള വ്യഗ്രത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഗുരു പറയുന്ന കാര്യങ്ങൾ പരമസത്യമായ കാര്യമാണെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ അഭ്യുന്നതിക്ക് ഈ അറിവ് 100% പ്രയോജനപ്പെടും എന്നുള്ള വിശ്വാസവും നമ്മളിൽ രൂഢമൂലമായി തീരണം. അങ്ങനെ വരുമ്പോഴാണ് ശിഷ്യന്മാരിൽ ഗുരു പറയുന്ന ഓരോ കാര്യം കേൾക്കുമ്പോഴും പ്രസന്നത വന്നു നിറയും, സന്തോഷമുണ്ടാകും, തൃപ്തി ഉണ്ടാകും. അവർക്ക് ശിഷ്യന്മാർക്ക് ഇപ്പോൾ തൃപ്തി ഉണ്ടായിരിക്കുന്നു ആശ്രമത്തെക്കുറിച്ച് കേട്ടപ്പോൾ. തഥാപി തേഷാം പ്രത്യേകം വിശേഷാനപി തത്വതഃ ശുശ്രൂഷാന പ്രസാദേന തത്പ്രകാശ്യാനുശാധിനഃ. തഥാപി, അപ്രകാരമാണെങ്കിലും തത്വതഃ, തത്വമനുസരിച്ച് പ്രത്യേകം ഓരോന്നിനെ പറ്റി തേഷാം, അവയുടെ വിശേഷാനപി, വിശേഷങ്ങളെയും നഹ, ഞങ്ങൾക്ക് ശുശ്രൂഷ, കേൾപ്പാൻ ആഗ്രഹമുണ്ട്. പ്രസാദേന, സന്തോഷത്തോടുകൂടി കൃപയോടുകൂടിയിട്ട് തത് പ്രകാശ്യ, അതിനെ പ്രകാശിപ്പിച്ചിട്ട് നഹ, ഞങ്ങളെ അനുശാസിച്ചാലും പഠിപ്പിച്ചാലും ബോധിപ്പിച്ചാലും എന്ന് വീണ്ടും ശിഷ്യന്മാർ പറയുന്നു. സാമാന്യമായിട്ടാണ് ഇപ്പോൾ ആശ്രമത്തെക്കുറിച്ച് ഗുരു മുൻപത്തെ അധ്യായത്തിൽ പറഞ്ഞത്. ഇനി ഈ സാമാന്യത്തിൽ നിന്നും ഓരോ ആശ്രമത്തെ എടുത്ത് വിശേഷമായിട്ട് കൂടുതൽ അതിൻ്റെ സൂക്ഷ്മവശങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് പറഞ്ഞു തരാനായിട്ട്, കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അവരുടെ അറിവ് പ്രകാശിക്കുമ്പോൾ ആഴത്തിൽ അറിയാൻ അവർക്ക് ആഗ്രഹം വരുന്നു. അപ്പോൾ ഗുരുവിൻ്റെ മനസ്സിൽ പ്രസന്നത സൃഷ്ടിക്കേണ്ടത് ശിഷ്യന്മാരുടെ ധർമ്മമാണ്. ഒരു ശിഷ്യന്റെ ഉള്ളിൽ ജിജ്ഞാസ പെരുകുമ്പോഴാണ് ഗുരുവിൻ്റെ സവിധത്തിൽ നിന്ന് മാറാതെ ഇരിക്കുകയുള്ളൂ. ആ ശിഷ്യന്റെ
മനസ്സിലെ ജിജ്ഞാസ വർദ്ധിക്കുമ്പോൾ ശിഷ്യൻ ഗുരുവിൻ്റെ സവിധത്തിൽ പറ്റിക്കൂടി ഗുരുവിൽ നിന്നും ഗുരുവിനെ പ്രസാദിപ്പിച്ചിട്ട് അത് അറിവിനെ ശേഖരിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ ഉള്ളിൽ ജിജ്ഞാസ വളർന്നതുകൊണ്ട് മാത്രം ഗുരു പ്രസാദിക്കണമെന്നില്ല. ആ ജിജ്ഞാസ വളരുമ്പോൾ തന്നെ ഗുരുവിനെ പ്രസാദിപ്പിക്കുന്ന വേറൊരു ഗുണമാണ് വിനയം. ജിജ്ഞാസ വർദ്ധിച്ച് ഗുരുവിനോട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ വിനയമില്ലെങ്കിൽ ഗുരു നിങ്ങൾക്ക് ഉത്തരം തരില്ല എന്ന് മാത്രമല്ല, ഗുരുവിൻ്റെ കൃപ അതിലേക്ക് വരികയുമില്ല. അപ്പോൾ വിനയം, ജിജ്ഞാസ, ഇത് രണ്ടും ഉണ്ടാകണം ശിഷ്യന്മാരിൽ. ഇവിടെ ഗുരുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ബോധാനന്ദ സ്വാമികൾ അടക്കമുള്ളവർ വിനയത്തോടും ജിജ്ഞാസയോടും പ്രസന്ന ചിത്തരായി ഗുരുവിൻ്റെ മുമ്പിൽ നമസ്കാരപൂർവം നിന്നുകൊണ്ട് കൂടുതൽ അറിയുവാനായി ആഗ്രഹിക്കുന്നു. വിശേഷ രൂപത്തിൽ അറിയാനായിട്ട്. സാമാന്യ രൂപത്തിൽ അറിഞ്ഞു, വിശേഷ രൂപത്തിൽ കൂടുതൽ സ്പഷ്ടമായി സ്പെസിഫിക് ആയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നു. ഗുരുരുവാച ശൃണുത പ്രീതി സമ്പന്ന ബ്രഹ്മചര്യവ്രതം ശിവം ആശ്രമാണാം പ്രധാനത്വാദ് പ്രഥമം തന്നിഗദ്യത്തെ. ശിഷ്യന്മാരില് പ്രീതി പൂണ്ടു ഗുരു. പ്രീതി എന്നത് ഇഷ്ടം ശിഷ്യന്മാരിൽ ജനിച്ചു. ശിവം ബ്രഹ്മചര്യവ്രതം, പാവനമായ ബ്രഹ്മചര്യവ്രതത്തെ ആശ്രമാണാം പ്രധാനത്വാത്, ആശ്രമങ്ങളിൽ വെച്ച് പ്രധാനമാകയാല് പ്രഥമം ആദ്യമായിട്ട് തത് ആ ബ്രഹ്മചര്യം നിഗദ്യതേ പറയപ്പെടുന്നു. ശൃണുത കേട്ടാലും. ഗുരു സംപ്രീതനായി ഗുരു. കാരണം ശിഷ്യന്മാരുടെ വിനയം, ജിജ്ഞാസ, സമർപ്പണം ഇവയിലൂടെ ഗുരുവിൻ്റെ ആന്തരികതയും ചിത്തവും പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ ഗുരു പറയാണ്, ബ്രഹ്മചര്യവ്രതം ശിവമാണ്. ശിവം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ, പാവനമായ, വിശുദ്ധമായ ഒന്നാണ് ബ്രഹ്മചര്യവ്രതം. വളരെ പ്രാധാന്യം ഈ ബ്രഹ്മചര്യം എന്ന ആശ്രമത്തിനുണ്ട് എന്ന് ഗുരു പറയുന്നു. ബ്രഹ്മചര്യത്തിന് ശേഷം വരുന്ന ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഈ 3 ആശ്രമങ്ങളെയും കരുപ്പിടിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ബ്രഹ്മചര്യാശ്രമമാണ്. ബ്രഹ്മചര്യത്തിൻ്റെ നിഷ്ഠകളിൽ എത്രമാത്രം ഉറച്ചിരിക്കാൻ ഒരു ശിഷ്യയ്ക്ക് കഴിയുന്നുവോ അതിനനുസരിച്ചാണ് ഗാർഹസ്ഥ്യത്തിൻ്റെയും വാനപ്രസ്ഥത്തിൻ്റെയും സന്യാസത്തിൻ്റെയും മഹിമ വർദ്ധിക്കുന്നത്, അല്ലാതെ വർദ്ധിക്കുകയില്ല. അതുകൊണ്ട് ഗുരു പറയുന്നു, ആശ്രമാണാം പ്രധാനത്വാത്, ആശ്രമങ്ങളിൽ വെച്ച് പ്രാധാന്യമുള്ളതാണ് ബ്രഹ്മചര്യം. മാത്രമല്ല, ചതുരാശ്രമങ്ങളെ എടുത്താൽ ഒന്നാമത്തേതും കൂടെയാണത്. ചതുരാശ്രമങ്ങളിൽ ബ്രഹ്മചര്യവ്രതം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ബ്രഹ്മചര്യവ്രതത്തെ കുറിച്ച് പറഞ്ഞു തരാം, ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക എന്ന് ഗുരു ശിഷ്യന്മാരോട് പറയുന്നു. ഗർഭേ വിരൂഢമാത്രസ്യ ബ്രഹ്മചര്യം ഭവേത് ശിശോഃ തദർത്ഥം ബ്രഹ്മചര്യേണ വർത്തേത ജനനീ തദാ. വിരൂഢമാത്രനായ, ജനിച്ച, ജാതനായ, ഗർഭത്തിൽ ജാതനായ ശിശോഹോ, ശിശുവിന്, ഒരമ്മയുടെ ഗർഭപാത്രത്തില് അണ്ഡവും ബീജവും സംയോജിച്ച് ഒരു പ്രജ ജനിക്കുന്ന മാത്രയിൽ തന്നെ ബ്രഹ്മചര്യവ്രതം ഭവിക്കണം. വളരെ പ്രധാനപ്പെട്ട ഗുരു നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ഒരു പോയിന്റാണ് ഇത്. അതായത്
ഒരു കുഞ്ഞിനെ ബ്രഹ്മചര്യം പഠിപ്പിക്കേണ്ടത് 5 വയസ്സോ 6 വയസ്സോ ഒന്നും ആയതിനു ശേഷമല്ല. കുഞ്ഞ് അമ്മയുടെ ഗർഭാശയത്തില് അച്ഛൻ്റെ ബീജവും അമ്മയുടെ അണ്ഡവും സംയോജിച്ച് ആ നിമിഷത്തിൽ തന്നെ ഒരു അമ്മ ബ്രഹ്മചര്യത്തിലേക്ക് കടക്കണം. അവിടെ നിന്ന് വിദ്യാഭ്യാസം തുടങ്ങുകയാണെന്ന്. അപ്പം നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നത് എപ്പോഴാണ്? കുട്ടിക്ക് 5 വയസ്സിനൊക്കെ ശേഷമാണ് സ്കൂളിൽ പറഞ്ഞയക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ. പക്ഷെ വിദ്യാഭ്യാസം തുടങ്ങേണ്ടത് എപ്പോഴാണ്? അമ്മയുടെ ഗർഭാശയത്തിൽ ഒരു ബീജപിണ്ഡമായിട്ട് കുഞ്ഞ് രൂപം കൊള്ളുമ്പോൾ തന്നെ അമ്മ ആദ്യം കൊടുക്കേണ്ടത് ബ്രഹ്മചര്യം എന്ന വ്രതം അവിടെ നിന്ന് തുടങ്ങണം. തദർത്ഥം അതിനുവേണ്ടി തഥാ അപ്പോൾ ഗർഭകാലത്ത് ജനനി മാതാവ് ബ്രഹ്മചര്യത്തോടെ വർത്തിക്കണം. അപ്പോ വിവാഹ ജീവിതത്തിന്റെ ഏറ്റവും ആത്യന്തികമായ തലം സ്ത്രീ പുരുഷ ബന്ധത്തിലെ പാവനമായ ഒരു അന്തരീക്ഷം. അത് അത്യന്താപേക്ഷിതമാണ്. പ്രത്യേകിച്ചും എന്താണ് സംസ്കാരം എന്ന് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ആ സംസ്കാരത്തിൽ സംയമനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ സംസ്കാരം തലമുറകളിലൂടെ തന്നെ കൈമാറി വരുന്നതാണ്. വർത്തമാനകാല ജന്മത്തിൽ നമുക്ക് വേണ്ടത്ര സംയമന ശക്തി വരാതിരിക്കാൻ കാരണം പൂർവജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങളിൽ കാമത്തിൻ്റെ അളവ് ഏറെ വർദ്ധിച്ചത് കൊണ്ടാണ് വർത്തമാനകാല പ്രാരബ്ധത്തിലും നാം നിയന്ത്രിക്കണം എന്ന് വിചാരിച്ചിട്ടും നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നത്. അത് പൂർവജന്മത്തിൽ നിന്ന് കിട്ടിയ വാസനകളുടെ മാലിന്യം വർത്തമാനകാല ജന്മത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഓരോ ജന്മവും ശുദ്ധീകരണത്തിന് ആയി ഉപയോഗിക്കേണ്ടതാണ്. അങ്ങനെ ഭാരതത്തിലെ പൂർവികരായിട്ടുള്ള ആളുകൾ തലമുറകളിലൂടെ അവരുടെ സന്തതികളിൽ ശുദ്ധി വരുത്തിയിട്ട് ഉള്ള വിവരം നമുക്ക് അറിയാം. സന്തതികളെ ശുദ്ധീകരിക്കാൻ കഴിയും, തലമുറകളെ ശുദ്ധീകരിക്കാൻ കഴിയും നമുക്ക്. സ്ത്രീയും പുരുഷനും അത്രമാത്രം ജാഗരൂകരാകണം. അമ്മ ബ്രഹ്മചര്യേണ, ഇത് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നതാണ്, വേറെ ആരും പറഞ്ഞു തരുന്നതല്ല. ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. ഒരു കുഞ്ഞിന് ഗർഭപാത്രത്തിലേക്ക് വരുമ്പോൾ പിന്നെ സ്ത്രീ പുരുഷ ബന്ധം അവിടെ പാടില്ല എന്ന് പറയുന്നു. ഇത് എത്രമാത്രം ആധുനിക ജനതയ്ക്ക് ശീലിക്കാൻ കഴിയും? ആധുനിക ജനത എത്രമാത്രം ഇതിനെ പിന്തുടരും എന്നുള്ളത് നമ്മൾ ജീവിതത്തിന് കൊടുക്കുന്ന വിലയുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഇത്തരം അറിവ് ഉള്ളവരായാൽ മാത്രമാണ് ഇതൊക്കെ അനുസന്ധാനം ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല, വിവാഹിതരായ സ്ത്രീയും പുരുഷനും ഒരിക്കലും പ്രജയെ പൊടുന്നനെ സൃഷ്ടിക്കുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല. ഒരു പ്രജ ജനിക്കുമ്പോൾ സ്ത്രീയിലും പുരുഷനിലും സമാനമായ ഊർജം, അത് സാമ്യഭാവത്തിൽ നിന്ന് ജനിക്കണം. പുരുഷന്റെ കാമാവേഗം കൊണ്ടോ സ്ത്രീയുടെ കാമാവേഗം കൊണ്ടോ ഒരു സ്ത്രീ പുരുഷ ബന്ധം വളർന്ന് അതിൽ നിന്നൊരു പ്രജ ജനിക്കുമ്പോൾ ആ കുഞ്ഞ് മിക്കവാറും രോഗാതുരമായ കുഞ്ഞായിരിക്കും. മാനസികമായോ ശാരീരികമായോ ഹൈപ്പർ ആക്റ്റീവ് എന്ന് നമ്മൾ പറയും അതിന്. കുട്ടികൾ ഒരിടത്തിരിക്കുകയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അവരെ ചെയ്യുന്നതിൽ നിന്ന് നിയന്ത്രിച്ചാൽ അവർ കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അവിടെയുള്ളതെല്ലാം തല്ലി ഉടയ്ക്കും, ദേഷ്യപ്പെടും. എങ്ങനെയാണ്? എന്നിട്ട് ആ കുഞ്ഞിനെ നമ്മൾ തല്ലും. ആരുടെ കുഴപ്പമാണ്? കുഞ്ഞിൻ്റെ കുഴപ്പമായിരുന്നു അത്. കുഞ്ഞിനെ ജനിപ്പിച്ച അച്ഛൻ്റെയും അമ്മയുടെയും കുഴപ്പം.
അങ്ങനെ ജനിച്ച ഒരു കുഞ്ഞിനെ അച്ഛനും അമ്മയും കൂടി ശിക്ഷിച്ച് നശിപ്പിക്കും. ഇതാണ് നമ്മളുടെ ലോകം എന്ന് പറയുന്നത്. അപ്പൊ ഗുരു പറയുന്നത് പോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ, പിണ്ടനന്ദി എന്ന ഒരു കൃതി ഗുരു എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഈ വിഷയങ്ങളെല്ലാം. അപ്പൊ ഇത് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ബ്രഹ്മചര്യം കുട്ടിക്ക് കൊടുക്കേണ്ടത്, വിദ്യാഭ്യാസം കുട്ടിക്ക് കൊടുക്കേണ്ടത് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തുടങ്ങണം. ശിശോർഗുരുകുല പ്രാപ്തി പര്യന്തം പരിചാരികാ പിതരാവപി തസ്യൈതാം സ്മരേയുർ ബ്രഹ്മചാരിതാ. ശിശോഹോ ഗുരുകുലപ്രാപ്തി പര്യന്തം, ഗുരുകുലവാസാരംഭം വരെ പരിചാരിക പരിചരിക്കുന്നവളും പിതരൗ അഭി മാതാപിതാക്കളും തസ്യ അവന്റെ ഏതാം ബ്രഹ്മചാരിതാം ഈ ബ്രഹ്മചര്യ വ്രതത്തെ സ്മരയുഹു ഓർമ്മിക്കണം. സാധാരണ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അമ്മ വളർത്തുന്നതോടുകൂടി തന്നെ ഒരു പരിചാരികയും ആ കുഞ്ഞിനെ വളർത്താനുണ്ടായിരിക്കും. ആ പരിചാരികയും വിശുദ്ധബോധമുള്ളവളായിരിക്കണം. ആ പരിചാരികയ്ക്കും ബ്രഹ്മചര്യവ്രതം ഉണ്ടായിരിക്കണം എന്ന് 5 വയസ്സ് വരെയുള്ള കാലഘട്ടം വരെ. ഇതിൽ വേറെ ഒരു കാര്യം നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, സ്ത്രീ പുരുഷ ബന്ധം ഒരിക്കലും ഒരു കാമപൂർത്തീകരണത്തിനുള്ള ബന്ധമാകുന്നതിന് പകരം അവിടെ പാവനമായ ഒരു പ്രക്രിയയായിട്ട് അതിന് അവബോധത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അതിലെ പാപം ഒരിക്കലും, അല്ലെങ്കിൽ അതിൽ വരുന്ന പാപമാലിന്യം കുട്ടികളിലേക്കോ വ്യക്തിയിലേക്കോ പ്രവേശിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പിതമായിട്ട് ചെയ്യാൻ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. എല്ലാ കർമ്മങ്ങളും അതുപോലെ തന്നെയാണ് സ്ത്രീ പുരുഷ ബന്ധവും ഈശ്വരാർപ്പിതമായിരിക്കണം. ഭക്ഷണം കഴിക്കുന്നത് ഈശ്വരാർപ്പിതമായിരിക്കണം. എല്ലാം ഈശ്വരാർപ്പിതമായിരിക്കണം എന്ന് പറയുമ്പോൾ വ്യക്തിഗതമായ കാമപൂർത്തീകരണം ആകരുത് ജീവിതം എന്നാണ് അർത്ഥം. പിന്നെ എന്തിനാണ് ജീവിതം? മനുഷ്യ ജീവിതം പ്രാരബ്ധമാണ്. മുമ്പ് ചെയ്ത കർമ്മങ്ങളുടെ ശോഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ ശരീരം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ കർമ്മ ശരീരം ഈ ജന്മത്തിലൂടെ നമുക്ക് ശോഷിപ്പിക്കാൻ കഴിയണം, ഒഴിച്ച് കളയാൻ കഴിയണം. അത് എങ്ങനെ കഴിയും? ഈശ്വരാർപ്പിതമായി നേച്ഛയാകൃതം, ആഗ്രഹങ്ങൾ കൂടാതെ കർമ്മം ചെയ്താൽ മാത്രമാണ് കർമ്മമാലിന്യങ്ങൾ ഒഴിഞ്ഞു തീരുകയുള്ളൂ. അതുകൊണ്ട് സ്ത്രീ പുരുഷ ബന്ധവും ഈശ്വരാർപ്പിതമായി നേച്ഛയാകൃതം, ഇച്ഛ കൂടാതെ ചെയ്യണം. അതില് അപ്പോൾ ഒരു പാവനത്വം ഉണ്ടാകും. അങ്ങനെ വരികയാണെങ്കിൽ അതിലെ കാമമാലിന്യത്തെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കേണ്ടത് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് 5 വയസ്സ് വരെ പരിചാരിക, അമ്മ, ഇവർ രണ്ടുപേരും പൂർണ്ണമായിട്ട് തന്നെ അത്തരം മനസ്സിന്റെ മാലിന്യത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ കഴിയണം. അതൊന്നും ഇതിൽ പറയുന്നതല്ല. പക്ഷേ ഇതിൽ പറയുന്നത്, ധർമ്മശാസ്ത്രം എന്ന രീതിയിൽ പറയുന്നത്, പെട്ടെന്ന് പറയുകയാണ് 5 വയസ്സ് വരെ. അത് ഒരിക്കലും സാധാരണ പുതുതായി വിവാഹിതരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർക്ക് അസ്വീകാര്യമായിട്ട് തന്നെ വരും, സ്വീകാര്യമായിട്ട് വരികയില്ലത്. അതുകൊണ്ട് പ്രായോഗികമായ ഒരു മാർഗമാണ് നാം പറയുന്നത്. അതിൽ പൂർണ്ണമായിട്ടും ഈശ്വരാർപ്പിതമായ ഒരു ബന്ധമാക്കി അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം.
അല്ലാതെ വ്യക്തിയുടെ ഇൻഡിവിജ്വലായിട്ടുള്ള കാമത്തിൻ്റെ പൂർത്തീകരണത്തിനായിരിക്കരുത്.